ഷൂട്ടേഴ്സ് ബിയാനിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിൽ NYC പള്ളിപ്പുറവും ഇല്ലത്ത് ബോയ്സ് മണ്ണഞ്ചേരിയും തമ്മിലും, മൂന്നാമത്തെ മത്സരത്തിൽ യങ് ചലഞ്ചേഴ്സ് വയലാറും മിറാഷ് അർത്തുങ്കലും തമ്മിലും ഏറ്റുമുട്ടുന്നു. നാലാമത്തെ മത്സരത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് വെട്ടയ്ക്കലും ഗ്രാമീണ കാളുകളും തമ്മിലുമാണ് മത്സരം. ഈ അത്യന്തം വാശിയേറിയ മത്സരങ്ങൾ കാണുവാനും കണ്ടാസ്വദിക്കുവാനും എല്ലാ നല്ലവരായ കായിക പ്രേമികളെയും MFCയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മിറാഷ് വോളണ്ടിയേഴ്സ് എല്ലാവരും തന്നെ ഗ്രൗണ്ടിന് 4 വശത്തുമായി പുറത്തു പോകുന്ന ബോളുകളെല്ലാം എത്തിച്ചു കൊടുക്കുന്നതിന് സഹകരണം ചെയ്യേണ്ടതാണ്. മത്സരം ആരംഭിച്ചിരിക്കുന്നു. ഇരു ടീമുകളും കട്ടയ്ക്ക് കളിച്ചിരിക്കുകയാണ്. ഇതാ മിറാഷ് എഫ്സിയുടെ മുന്നേറ്റം, മിറാഷ് എഫ്സിയുടെ ബിബിന്റെ മുന്നേറ്റം. എന്നാൽ അതിമനോഹരമായി തന്നെ റീതാലയം എഫ്സിയുടെ പ്ലെയർ ഡിഫൻഡ് ചെയ്തിരിക്കുന്നു. ഒരു അണ്ടർ-20 മത്സരമാണ്. ഇതാ അതുലിന്റെ മുന്നേറ്റം, അതുലിന്റെ ഒരു മികച്ച മുന്നേറ്റം, ഒരു പാസ് നൽകിയിരിക്കുകയാണ്. ഇതാ മിറാഷ് എഫ്സിയുടെ മികച്ച മുന്നേറ്റം, നല്ലൊരു ഷോട്ട്. എന്നാൽ അത് അതിമനോഹരമായി തന്നെ റീതാലയം എഫ്സിയുടെ ഡിഫൻഡർ തട്ടിപ്പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നു. വീണ്ടും മത്സരം പുനരുമ്പോൾ മിറാഷ് എഫ്സിയുടെ കാലുകളിൽ ഇതാ ഒരു ക്ലിയറൻസ് ചെയ്തിരിക്കുകയാണ് റീതാലയം എഫ്സിയുടെ പ്ലെയർ. ഇത് അലന്റെ കാലുകളിലേക്ക്, അലനിൽ നിന്ന് അതുലിലേക്ക് വീണ്ടും അതുൽ ഷാജിയുടെ കളിയാണ് കണ്ടത്. വീണ്ടും അതുൽ ഷാജിയുടെ കാലുകളിലേക്ക് 11ാം നമ്പർ താരം അതുൽ ഷാജിയുടെ ഒരു മികച്ച മുന്നേറ്റമാണ്. വിങ്ങുകളിലൂടെ മുന്നേറുന്നു അതുൽ ഷാജിയുടെ വീണ്ടും ഒരു മുന്നേറ്റം. ബിബിയുടെ കാലിൽ നിന്ന് അതുലിലേക്ക്. വീണ്ടും മിറാഷ് എഫ്സിയുടെ കാലുകളിലേക്ക് റീതാലയം ടീമിനെ തുടരെ പ്രതിരോധിക്കുകയാണ്. മികച്ചൊരു മുന്നേറ്റം തന്നെയാണ് നമ്മുടെ മിറാഷ് എഫ്സിയുടെ താരം നടത്തിയത്. ജിത്തുവിന്റെ ഒരു ഷോട്ട്, എന്നാൽ അതിവിദഗ്ധമായി തന്നെ റീതാലയം എഫ്സിയുടെ ഡിഫൻഡർ തട്ടിമാറ്റുന്നു. വീണ്ടും റീതാലയത്തിന്റെ മുന്നേറ്റം, ഇടതുവിങ്ങിലുള്ള റീതാലയത്തിന്റെ മുന്നേറ്റം, മികച്ചൊരു ഷോട്ട്, എന്നാൽ അലക്ഷ്യമായി തന്നെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. മിറാഷ് എഫ്സിയുടെ ഗോൾ കീപ്പർ അമലിനെ പരീക്ഷിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ഡിഫൻഡർ അലൻ തന്റെ താരങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നോട്ടിയടിച്ച പന്തിത അലക്ഷ്യമായി തന്നെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. റീതാലയത്തിന്റെ ഗോൾ കീപ്പർ നീട്ടിയടിച്ച പന്ത് അലക്ഷ്യമായി തന്നെ പുറത്തേക്ക് പോയിരിക്കുകയാണ്. പുറത്തു പോകുന്ന ബോളുകൾ എത്രയും പെട്ടെന്ന് കളത്തിൽ എത്തിച്ചു കൊടുക്കുവാൻ മിറാഷ് എഫ്സിയുടെ വോളണ്ടിയേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ചെറിയ പാസുകളിലൂടെ ഇരു ടീമുകളും അക്രമം അഴിച്ചുവിടുകയാണ്. റീതാലയം എഫ്സിയുടെ താരത്തിന്റെ മികച്ച മുന്നേറ്റം, എന്നാൽ അതിമനോഹരമായി തന്നെ 11ാം നമ്പർ താരം മിറാഷിന്റെ 11ാം നമ്പർ താരം ഡിഫൻഡ് ചെയ്തിരിക്കുന്നു. വീണ്ടും മുന്നേറ്റം, മിറാഷിന്റെ മുന്നേറ്റം. റീതാലയം എഫ്സിയുടെ മുന്നേറ്റമാണ്. നല്ലൊരു ഷോട്ടിന് അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും എന്നാൽ അത് ലക്ഷ്യമായി തന്നെ പുറത്തേക്ക് പോയിരിക്കുകയാണ്.
അണ്ടർ 20 മത്സരത്തിലെ ഇരു ടീമുകളും ഗോളം നേടാതെ സമനില പാലിക്കുകയാണ്. ആദ്യ പകുതി മുന്നേറുമ്പോൾ ഇരു ടീം എന്നാൽ ബൈസൈക്കിൾ കിക്കിലൂടെ റീത്താലിനെ എഫ് താരം ഗോൾ അവതരിപ്പിക്കാൻ നോക്കിയെങ്കിലും അമലിന് അത് പരീക്ഷിക്കാനുള്ള ഒരു ഷോട്ടായിരുന്നില്ല. അമൽ അത് സിമ്പിളായി തന്നെ കയ്യിലൊതുക്കിയിരിക്കുന്നു. മികച്ചൊരു ഡിഫൻസിലൂടെ പന്ത് തട്ടി പുറത്തേക്ക് കളഞ്ഞിരിക്കുകയാണ് റീത്താലിൻ എഫ് ഡിഫൻഡർ. ബോളുകൾ എത്രയും പെട്ടെന്ന് കളത്തിലെത്തി. അതായത് ഞാൻ നിന്നോണ്ട് കസേരയിലായിരുന്നു ആദ്യം. മികച്ചൊരു ഷോട്ടിന് തന്നെയാണ് അതുൽ ശ്രമിച്ചത്. എങ്കിലും എന്നാൽ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. വീണ്ടും അലന്റെ മുന്നേറ്റം. അലന്റെ മികച്ചൊരു മുന്നേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ക്രോസ്. ജിത്തുവിന്റെ ഷോട്ട് എന്നാൽ അതിമനോഹരമായി തന്നെ റീത്താലിൻ എഫ് സിയുടെ ഗോൾ കീപ്പർ തട്ടിയകത്തിയിരിക്കുന്നു. തന്റെ ടീമിനെ വിജയത്തിൽ നയിക്കുവാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് റീത്താലിൻ എഫ് സിയുടെ ഗോൾ കീപ്പർ. മത്സരത്തിന്റെ ആദ്യ പകുതി പുരോഗമിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളം നേടാതെ മികച്ച രീതിയിൽ തന്നെ കളിക്കുകയാണ്. ഒരു ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നു. ലൈൻ റഫറി ഓഫ് സൈഡ് വിളിച്ചിരിക്കുകയാണ്. അമൽ തന്റെ താരങ്ങളെ നോക്കി നീട്ടടിയൊന്ന് ഗോൾ ലക്ഷ്യമാക്കി. എന്നാൽ മികച്ചൊരു ഷോട്ട് തന്നെ ആയിരിക്കുന്നു. അതിമനോഹരമായി തന്നെ റീത്താലിൻ എഫ് സിയുടെ ഗോൾ കീപ്പർ തട്ടി പുറത്തേക്ക് കളഞ്ഞിരിക്കുകയാണ്. മികച്ചൊരു ഷോട്ട് തന്നെയായിരുന്നു അമൽ അടിച്ചത്. അതിലും മികച്ചൊരു സേവിലൂടെ മൂന്നാം മത്സരത്തിൽ യങ് ചലഞ്ചേഴ്സ് വയലാറും ആതിഥേയരായ മിറാഷ് എഫ് സിയും തമ്മിലും, നാലാം മത്സരത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് വെട്ടേക്കലും ഗ്രാമീണ കാണുവാനും കണ്ടാസ്വദിക്കുവാനും എല്ലാ നല്ലവരായ കായിക പ്രേമികളെയും മിറാഷ് എഫ് സിയുടെ ഹോം ഗ്രൗണ്ടിലേക്ക് സകർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അണ്ടർ 20 മത്സരം പുരോഗമിക്കുമ്പോൾ ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ സമനില പാലിക്കുകയാണ്. മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നു റീത്താലിൻ എഫ് സിയുടെ സ്ട്രൈക്കറിൽ നിന്നുണ്ടായത്. എന്നാൽ അത് ലോങ് ക്ലിയറൻസ് ചെയ്ത് തങ്ങളുടെ ടീമിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അമൽ. റീത്താലിൻ എഫ് സി അവരുടെ ആദ്യ ഗോൾ കണ്ടെത്തിയിരിക്കുകയാണ്. മത്സരത്തിന്റെ ഇതുവരെയുള്ള സമയങ്ങളിൽ റീത്താലിൻ എഫ് സി 1, മിറാഷ് എഫ് സി 0. ആദ്യ പകുതിയിൽ മിറാഷ് എഫ് സിയുടെ അലന്റെ ഒരു മികച്ച മുന്നേറ്റമായിരുന്നു. എന്നാൽ അത് ലക്ഷ്യത്തിൽ
മിറാഷ് FC മറുപടി ഗോൾ മടക്കിയിരിക്കുകയാണ്. മികച്ച മുന്നേറ്റത്തിലൂടെ മിറാഷ് FC സ്കോർ ലൈൻ റിതാലിയൻ FC 1 മിറാഷ് FC 1. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും 1-1 എന്ന സ്കോർ ലൈനിൽ സമനില പാലിക്കുന്നു. വളരെ മികച്ചൊരു മുന്നേറ്റം തന്നെയായിരുന്നു മിറാഷ് എഫ്സിയുടെ താരങ്ങൾ നടത്തിയത്. എന്നാൽ മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുന്നു. ഇതുവരെയുള്ള സമയങ്ങളിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനില പാലിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അണ്ടർ 20 മത്സരത്തിന് ശേഷം സീനിയർ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ മികച്ചൊരു ഷോട്ട് തന്നെയായിരുന്നു കെവിയുടെ കാലുകളിൽ നിന്ന് വന്നത്. ഇതിനുശേഷം നടക്കുന്ന സീനിയർ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ മാറ്റിവെക്കുന്നത് ഷൂട്ടേഴ്സ് ബിയാനിയും ഡ്രസ്സപ്പ് ചെയ്യേണ്ടതാണ്. നിന്റെ നെറ്റ് ഉള്ളിൽ ഇറക്കണം കേട്ടോ, ഉള്ളിൽ ഇറക്കുന്ന ഉദ്ദേശിച്ച മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് ടാഗോർ മരുത്തോർ വട്ടവും ഷൂട്ടേഴ്സ് ബിയാനിയും.
ട്രോഫികൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും. ഫസ്റ്റ് ട്രോഫി ഫെലിക്സ് കാക്കരിയിൽ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി സ്പോൺസർഡ് ബൈ സാലസ് ആൻഡ് പയസ് കാക്കരിയിൽ. റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർഡ് Michael Erasieril Cristiano Joshua and Sergio Joshua. Best player sponsored by Suresh Pollayil. Best goalkeeper sponsored by Abhilash Muthoot Finance Manager Arthungal. Best defender sponsored by Joseph Arey. Top scorer sponsored by Glow and Glory Beauty Parlor, Glow Store Cosmetic and Gold Covering and VJ Engineers. Emerging player sponsored by Marshall Emmanuel. Player of the tournament sponsored by Teresa Xavier Arezchevil. ഈ മാന്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും MFCയുടെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അണ്ടർ 20 മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇരു ടീമുകളും സമനില പാലിക്കുകയാണ്. കളിയുടെ രണ്ടാം പകുതി പുരോഗമിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനില പാലിക്കുന്നു. അണ്ടർ 20യുടെ മത്സരം ഇതിപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചിരിക്കുന്നു.